വിജയുടെ പിറന്നാൾ കഴിഞ്ഞു. പതിവ് പോലെ ആരാധകർ ആഘോഷിച്ചു, ഹാഷ്ടാഗുകൾ ട്രെൻഡായി. പക്ഷേ ഇത്തവണ സോഷ്യൽ മീഡിയ കാത്തിരുന്നത് വിജയുടെ ബർത്ത്ഡേയേക്കാൾ ഒരു പോസ്റ്റിനായിരുന്നു, തൃഷയുടെ വിഷിന്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃത്യമായി വിഷ് ചെയ്തിരുന്ന തൃഷ ഇത്തവണ മൗനം പാലിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ CBI, ക്രൈംബ്രാഞ്ച്, അയൽവാസി ചേച്ചി യൂണിയൻ വരെ അന്വേഷണത്തിനിറങ്ങി. എന്താ വിഷില്ലാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൂമറുകൾക്കിനി ബ്രേക്ക് ആണോ എന്നിങ്ങനെ ചോദ്യങ്ങളുടെ പെരുമഴ. പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം തൃഷ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് അത് മതിയായിരുന്നു. പബ്ലിക് വിഷ് വേണ്ട, പ്രൈവറ്റ് സെലിബ്രേഷൻ മതി. ഇവിടെ ഞങ്ങൾ സ്റ്റോറി റിഫ്രഷ് ചെയ്തിരിക്കുമ്പോൾ അവിടെ കേക്ക് വരെ മുറിച്ച് കഴിഞ്ഞല്ലോ എന്നൊക്കെയുള്ള കമൻറ്റുകൾ നിറഞ്ഞു. ട്രോളുകൾ അതിലും രസകരം. സാധാരണ ആളുകൾ കേക്ക് കാണുമ്പോൾ ഫ്ലേവർ നോക്കും, സോഷ്യൽ മീഡിയയിലെ ആളുകൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നോക്കും. ഷെർലക് ഹോംസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു ട്രോൾ മഴ. അതേസമയം മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഒരു കേക്ക് ഫോട്ടോ കണ്ടിട്ട് ഇത്രയും കഥയുണ്ടാക്കുന്നത് കുറച്ച് ഓവറല്ലേ എന്നാണ്. സത്യത്തിൽ എന്താണ് സംഭവമെന്ന് തൃഷയോ വിജയോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആഘോഷിക്കുകയാണ്, മറ്റൊരു വിഭാഗം വിമർശിക്കുകയാണ്. ബാക്കിയുള്ളവർ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ കമൻറ്റ് സെക്ഷനിൽ ചുറ്റിക്കറങ്ങുകയാണ്. ഇപ്പോൾ അവസ്ഥ എന്താണെന്നാൽ ഫോട്ടോയിൽ ഒരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയ അതിൽ നിന്ന് ഒരു സിനിമയുടെ സ്റ്റോറി വരെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സത്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് പുതിയൊരു ചർച്ചാ വിഷയം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്.